ആരാണ് കാമൻ? എന്തുകൊണ്ടാണ് കാമന്റെ രൂപം മണ്ണുകൊണ്ടുണ്ടാക്കി പൂജിക്കുന്നത്? കാമദേവൻ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് ജനിച്ചത്. ജനിച്ച ഉടനെ കാമൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? ബ്രഹ്മാവ് മറുപടി നൽകി, നീ നിന്റെ പുഷ്പബാണങ്ങൾ കൊണ്ട് ഈ ലോകം മുഴുവൻ സ്നേഹത്താൽ നിറയ്ക്കണം. ഈ സമയം കാമൻ തന്റെ വില്ല് ബ്രഹ്മാവിനും അവിടെ ഉണ്ടായിരുന്ന മുനിമാർക്കു നേരെ പരീക്ഷിച്ചു. ഇത് കണ്ട് കോപിച്ച ബ്രഹ്മാവ്, നീ ശിവന്റെ തൃക്കണ്ണാൽ ദഹിച്ചു പോകുമെന്ന് കാമനെ ശപിച്ചു. ഭാരതീയ പുരാണങ്ങൾ അനുസരിച്ച് പ്രേമത്തിന്റെയും ആഗ്രഹത്തിന്റെയും ദേവനാണ് കാമദേവൻ. കരിമ്പ് വില്ലും 5 തരം പൂക്കൾ കൊണ്ടുള്ള അമ്പുകളും ഏന്തിയ സുന്ദരനായ യുവാവായാണ് കാമനെ സങ്കല്പിക്കുന്നത്. ശിവന്റെ തപസ്സിലക്കി പാർവതിയുമായി അനുരക്തനാക്കാൻ ശ്രമിച്ചപ്പോൾ കോപിഷ്ഠനായ ശിവൻ തന്റെ തൃക്കണ്ണ് തുറന്ന് കാമനെ ഭസ്മീകരിച്ചു എന്നാണ് പുരാണം. പിന്നീട് കാമന്റെ പത്നിയായ രതിദേവിയുടെ അപേക്ഷപ്രകാരം കാമന് ശരീരമില്ലാത്ത ഒരു പുനർജന്മം നൽകി. അതായത് കാമൻ മനുഷ്യരുടെ മനസ്സിലെ വികാരമായി നിലനിൽക്കുന്നു എന്ന്. പ്രധാനമായും തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഗ്രാമീണ പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങിന്റെ ഭാഗമായാണ് മണ്ണുകൊണ്ട് കാമന്റെ രൂപം ഉണ്ടാക്കുന്നത്. അതിനു പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. വസന്തത്തിന്റെ വരവ്. കാമൻ വസന്തകാലത്തിന്റെ ദേവൻ കൂടിയാണ്. മണ്ണിൽ നിന്നാണ് ജീവൻ മുളക്കുന്നത്. അതിനാൽ ഫലഭൂഷ്ടമായ മണ്ണുകൊണ്ട് രൂപമുണ്ടാക്കുന്നത് വരാനിരിക്കുന്ന വിളവെടുപ്പ് കാലം സമൃദ്ധമാക്കാനുള്ള പ്രാർത്ഥന കൂടിയാണിത്.